ജിഷ കൊലക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡിന് പോലീസ് അപേക്ഷ നൽകും. അപേക്ഷ CJM കോടതി ഇന്ന് പരിഗണിക്കും. അപേക്ഷ മജിസ്ട്രേറ്റ് അംഗീകരിച്ചാൽ ഏറ്റവും വേഗത്തിൽ തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്തും. വിശദാംശങ്ങളുമായി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, തിരിച്ചറിയൽ പരേഡ് നടത്തുക സ്വാഭാവികമായും കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഏറെ നിർണായകമായേക്കാവുന്ന ഘട്ടം. ഇന്ന് അപേക്ഷ നൽകിയ ശേഷം പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്ന് തന്നെയായിരിക്കും എന്തായാലും പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. എപ്പോഴായിരിക്കും അപേക്ഷ കോടതിയിലേക്ക് നൽകുക? നടപടിക്രമങ്ങളൊക്കെയും പൂർത്തിയായോ? പ്രജീഷ്, അപേക്ഷ 11 മണിക്ക് കോടതി ചേർന്നാലുടൻ അപേക്ഷ സമർപ്പിക്കണം എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. എന്നാൽ നമ്മൾ പ്രോസിക്യൂട്ടറുമായി അല്പം മുമ്പ് 10 മിനിറ്റ് മുൻപ് സംസാരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അപേക്ഷ ഇതുവരെ കയ്യിൽ കിട്ടിയിട്ടില്ല. അത് പോലീസ് ഒരുപക്ഷെ 11 മണിക്ക് കോടതി ചേരുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലൊരു കോടതിയിൽ സമർപ്പിക്കാനായി പ്രോസിക്യൂട്ടർക്ക് നൽകുക. അത്തരത്തിൽ അപേക്ഷ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ നൽകിയാൽ ഒരുപക്ഷെ മജിസ്ട്രേറ്റ് അനുവദിച്ചാൽ ഇന്ന് തന്നെ തിരിച്ചറിയൽ പരേഡ് നടക്കും. കാക്കനാട് സബ് ജയിലിൽ ജില്ലാ ജയിലിൽ വെച്ചായിരിക്കും തിരിച്ചറിയൽ പരേഡ് നടത്തുക. എറണാകുളം CJM ചുമതലപ്പെടുത്തുന്ന ഏതെങ്കിലും മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കും ജില്ലാ ജയിലിൽ വെച്ച് ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തുക. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇത്. കാരണം പ്രതിയെ കൂടുതൽ പേർ തിരിച്ചറിയുന്നു എന്നുള്ളത് ഈ പ്രതി ഇയാൾ തന്നെയാണ് എന്ന് കോടതിയിൽ സമർത്ഥിക്കാനുള്ള ഏറ്റവും വലിയ തെളിവായി ഇതിനെ കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ജിഷയുടെ അമ്മ, സഹോദരി, അയൽവാസികളായ മുഴുവൻ പേരെയും ഇയാളെ കണ്ടു എന്ന് പറയുന്നവരെ എല്ലാം തന്നെയും തിരിച്ചറിയൽ പരേഡിനായി ജില്ലാ ജയിലിലേക്ക് വിളിപ്പിക്കും. ഈ തിരിച്ചറിയൽ പരേഡ് നടപടികൾ പൂർത്തിയായാൽ മാത്രമാണ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പോലീസിന് അപേക്ഷ സമർപ്പിക്കാനാവുക. അത്തരത്തിൽ ഈ നടപടികൾ പൂർത്തിയായാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ഈ അപേക്ഷ പിന്നീട് കോടതി പരിഗണിച്ച് അതിന് അനുവദിക്കണം. അത് ഒരുപക്ഷെ 2 ദിവസം നീളും. ഒരുപക്ഷെ തിങ്കളാഴ്ചയോ മറ്റോ ആയിരിക്കും അത്തരത്തിൽ പോലീസിന് ഇയാളെ കസ്റ്റഡിയിൽ വിടാൻ വേണ്ടി കോടതി അനുമതി നൽകുക. അപ്പോൾ തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇന്നത്തെ നടപടി എന്നത് തിരിച്ചറിയൽ പരേഡ് മാത്രമാണ്. അതിനുള്ള അപേക്ഷ 11 മണിക്ക് ശേഷം തന്നെ എറണാകുളം CJM കോടതിയിൽ സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഉമേഷ്, കോടതിയിലേക്കുള്ള ഇന്ന് സൂചിപ്പിച്ചതുപോലെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുമ്പോഴും മറ്റൊരു വശത്തെ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ ഉറപ്പിച്ചെടുക്കുക പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അത് സംബന്ധിച്ച അന്വേഷണ സംഘം ഈ ഘട്ടങ്ങൾ, കാരണം DGP സൂചിപ്പിച്ചതുപോലെ ഒരു ഭാഗം മാത്രമാണ് ഈ കേസിന്റെ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. വലിയ രീതിയിലുള്ള സങ്കീർണതകൾ, പോലീസിന്റെ അടക്കം വെല്ലുവിളി ഉണ്ടാക്കിയേക്കാവുന്ന തരത്തിലുള്ള ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്, സങ്കീർണതകളൊക്കെ മാറ്റി. അതുകൊണ്ട് ഇനിയുള്ള അന്വേഷണ രീതികളൊക്കെയും തെളിവുകൾ കൂടുതൽ ശേഖരിക്കാനുള്ള ഘട്ടങ്ങളൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രജീഷ, ഇയാളെ ചുറ്റിപ്പറ്റി തന്നെയാണ് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഇയാളുടെ ചരിത്രം എന്തായിരുന്നു, ഇയാൾ മുൻപ് താമസിച്ചിരുന്നത് എവിടെയാണ്, ഇയാൾ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത്തരത്തിലുള്ള പശ്ചാത്തലമാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. അതിനുവേണ്ടി ഇയാളുടെ സുഹൃത്തുക്കളെ അടക്കം പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട്. മറ്റൊരു സുഹൃത്തിനു വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നു. കാരണം ഇയാളാണ് ഈ കൊലപാതകം നടത്തുന്നതിന്, അതായത് ഈ അമീറുൽ ഇസ്ലാം ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപായി ഇയാളുടെ ഒപ്പം ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നെല്ലാം വരുമ്പോൾ ഇയാളുടെ ഇക്കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ അമീറുൽ ഇസ്ലാം പങ്കുവച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്തിന്റെ മൊഴി വളരെ നിർണായകമായും ആകും. അതിനായി ഈ സുഹൃത്തിന് വേണ്ടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുകൂടാതെ ഇന്നലെയും മറ്റും നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇത്തരത്തിൽ ഇയാൾ ഇവിടെ താമസിച്ചിരുന്നത് കെട്ടിട ഉടമ എന്തിനു മറച്ചു വെച്ചു എന്നതിൽ ഒരു ദുരൂഹതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കെട്ടിട ഉടമയ്ക്കെതിരെയും കരാറുകാരനെതിരെയും എല്ലാം തന്നെ പോലീസ് കേസെടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ഇവരെ ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇത്തരത്തിൽ ഇയാളുമായി ചുറ്റിപ്പറ്റി ഇയാളുടെ ചരിത്രം എന്താണ് എന്നത് സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ച് വരുന്നത്. ആ നടപടികൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്താനായി പോലീസ് അപേക്ഷ സമർപ്പിക്കുന്നതും. KM ഉമേഷാണ് ഇന്നത്തെ ഈ ദിനത്തിലെ കേസുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ്സ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ടില്ലെന്ന് കെട്ടിട ഉടമ ജോർജ് പോലീസിന് മൊഴി നൽകി. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ തനിക്ക് അറിയില്ലെന്നും ജോർജ് വ്യക്തമാക്കി. ഒരു വിവരവും താൻ പോലീസിനോട് മറച്ചുവെച്ചിട്ടില്ലെന്നും പോലീസ് 2 തവണ തന്റെ മൊഴി എടുത്തിരുന്നുവെന്നും ജോർജ് പീപ്പിൾ TVയോട് പറഞ്ഞു. വിവരങ്ങൾ മറച്ചുവെച്ചതിന് കെട്ടിട ഉടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള പോലീസ് തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജോർജിന്റെ വിശദീകരണം.
4 ഇതര സംസ്ഥാനക്കാർക്കാണ് പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലുള്ള തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തത്. എന്നാൽ ഈ 4 പേർ പിന്നീട് അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് താമസിപ്പിച്ചു. അവരെ എല്ലാവരെയും തനിക്ക് ഓർമ്മയില്ല. അക്കൂട്ടത്തിൽ ഒരാളായ അമീറുൽ ഇസ്ലാമാണ് ജിഷയുടെ ഘാതകനെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. ഞാൻ 4 ആൾക്ക് ഇതാണ് കൊടുത്തു തരുന്നത്. അപ്പോൾ ഇവരുടെ കൊച്ചിൻ്റെ ഇവർ പണിക്കാരും അതിനകത്തുണ്ട്. 3 ആൾ അവരെ ഒരു മുറിയിൽ, 2 ആൾക്ക് കൊടുത്ത് അവർക്ക് ഒരാൾ അഡീഷണൽ വന്നിട്ടുണ്ട്. വേറെ ഒരു മുറിയിൽ ഒരാൾ, പിന്നെ 8 ആൾ വീതമുണ്ട്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ 4 ആൾക്ക് കൊടുത്താൽ ഇവർ ഈ കൂട്ടുകാരെ വിളിക്കാൻ കൂടും. അങ്ങനെയാണ് സംഗതി. നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോലീസ് തന്നെ 2 തവണ വന്ന് കണ്ട വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഒരു വിവരവും പോലീസിനോട് താൻ മറച്ചുവെച്ചിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിമേലിൽ ഇതര സംസ്ഥാനക്കാർക്ക് തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കില്ലെന്നും ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ കൃഷിനാശം അടക്കം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. 21 വരെ കനത്ത മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നു. ജിതിൻ, പരക്കെയുള്ള നാശം വിതച്ചുകൊണ്ട് കാലവർഷം മുന്നോട്ട് പോകുന്നു. ഇന്ന് വരെ 21-ാം തീയതി വരെ കനത്ത മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? പ്രജീഷ്, സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴ 22 വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാലവർഷം സംസ്ഥാനത്ത് സജീവമായത്. അതിശക്തമായ മഴ പലയിടങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും പെയ്യുന്നുണ്ട്. 12% മുതൽ 12 സെന്റിമീറ്റർ മുതൽ 22 സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴ ഇനിയും ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒപ്പം തന്നെ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും മണിക്കൂർ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന ദുരന്ത നിവാരണ വിഭാഗവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഡാമുകൾ തുറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതത് നദീതീരങ്ങളിൽ താമസിക്കുന്നവരും തീരപ്രദേശത്തുള്ളവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ദുരന്ത നിവാരണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെയായാൽ മഴ വീണ്ടും ശക്തിപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് കാലവർഷം സംസ്ഥാനത്ത് സജീവമായത്. 22 വരെ ഈ ശക്തമായ മഴ തുടരുന്നതിനൊപ്പം തന്നെ രാജ്യത്തിൻ്റെ തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കാലവർഷം വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും വൻ നാശനഷ്ടമാണ് കനത്ത മഴയിലും കാറ്റിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അത് തുടർന്നുമുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടാണ് വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ വിഭാഗവും ഒപ്പം തന്നെ ജില്ലാ അതോറിറ്റികൾക്കും അതത് ജില്ലാ ഭരണകൂടങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ജിതിൻ, മുന്നൊരുക്കങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. കാലവർഷം കണക്കിലെടുത്ത് കെടുതി നേരിടാനൊക്കെയുമുള്ള തീരപ്രദേശങ്ങളുണ്ട്, അല്ല നഗരപ്രദേശങ്ങൾ, ഗ്രാമപ്രദേശങ്ങൾ അടക്കം കെടുതി നേരിടാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ, മുന്നൊരുക്കങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? പ്രജേഷ്, മഴക്കാലപൂർവ്വ ശുചീകരണ യോഗത്തിൽ തന്നെ മഴക്കെടുതികളെ നേരിടാനുള്ള തരത്തിലുള്ള തീരുമാനങ്ങൾ അന്ന് തന്നെ എടുത്തിരുന്നു. വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള മുൻകൂട്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. റവന്യൂ വകുപ്പും ജലസേചന വകുപ്പും ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് തുടങ്ങി എല്ലാ വകുപ്പുകളും സമന്വയിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിൽ പ്രവർത്തനം, മഴക്കെടുതിയെ നേരിടാനും ഒപ്പം തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതനുസരിച്ച് ജില്ലാ ഭരണകൂടങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ പദ്ധതികളും മുന്നോട്ട് പോകുന്നത്. പ്രജീഷ്, ജിതിനാണ് വിശദാംശങ്ങൾ. കനത്ത മഴ നാശനഷ്ടം വിതച്ച് മുന്നോട്ട് പോകുന്നു. ഇന്നലത്തെ കനത്ത കാറ്റിലും മഴയിലും 100 കണക്കിന് നാശനഷ്ടങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉണ്ടായത്. ചെങ്കൽച്ചൂള ഫയർ സ്റ്റേഷനിൽ മാത്രമായി 2 മണിക്കൂറിനിടെ സഹായം ചോദിച്ചെത്തിയത് 120-ലേറെ ഫോൺ കോളുകളാണ്. 50 വർഷത്തെ ഫയർ സ്റ്റേഷന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയധികം പരാതികൾ ഒരേ ദിവസം ഇവിടെ തേടിയെത്തുന്നത്. വാട്ടർ ടാങ്കിന് താഴെ അല്ലേ? മരം വീണ് കിടക്കുകയാണ് അല്ലേ? ഇടതടവില്ലാതെ ചിലയ്ക്കുന്ന ഫോൺ എടുക്കുന്ന ഫയർമാന്റെ മുഖത്ത് ഉദ്വേഗം കലർന്ന ആകാംക്ഷ. ഫോണിന്റെ മറുതലക്കലിൽ നിന്നും കേൾക്കുന്ന സന്ദേശം രജിസ്റ്ററിൽ കുത്തിക്കുറിക്കുന്നു. ഇന്നലെ വൈകിട്ട് 4-നും 6-നും ഇടയിൽ മാത്രം 126 ഫോൺ കോളുകളാണ് തിരുവനന്തപുരം ചെങ്കൽച്ചൂള ഫയർ സ്റ്റേഷനിലെത്തിയത്.
അൻപത് കൊല്ലത്തെ ഈ സ്റ്റേഷന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ മഴക്കെടുതി നേരിടേണ്ടി വരുന്നതെന്ന് സ്റ്റേഷൻ ഓഫീസർ ദിലീപ് സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ ഏകദേശം 100-ൽ കൂടുതൽ 125ഓളം കോൾ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇവിടേക്കെത്തുന്ന ഓരോ ഫോൺ കോളിലും പതിയിരിക്കുന്നത് ജീവന്റെ തുടുപ്പ് കലർന്ന അപേക്ഷയാണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഒരു നിമിഷം പോലും പാഴാക്കാൻ ഇവർക്കില്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇവർ കുതിക്കുകയാണ് ആരെയൊക്കെയോ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ. ക്യാമറമാൻ RK കുമാറിനൊപ്പം S ജീവൻകുമാർ, തിരുവനന്തപുരം. 3 ദിവസത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗം ദില്ലിയിൽ ആരംഭിച്ചു. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. വിശദാംശങ്ങളുമായി M സന്തോഷ് ചേരുന്നു. സന്തോഷ്, തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ നേട്ടവും കോട്ടവും ഒക്കെ തന്നെ അവലോകനം ചെയ്യുന്നതിനൊപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വരിക? മുന്നോടിയായി ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർത്തിരുന്നു. ഈ പോളിറ്റ് ബ്യൂറോ യോഗം കേരളം, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തി. ഇതുകൂടാതെ സംസ്ഥാന ഘടകങ്ങൾ നൽകിയ അവലോകന റിപ്പോർട്ടും പോളിറ്റ് ബ്യൂറോ യോഗം പരിശോധിച്ചു. ഇതിനുശേഷമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതിന് ശേഷം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിശദമായ അവലോകനവും ചർച്ചയുമായിരിക്കും 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിൽ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കാനായി എന്ന് തന്നെയാണ് പോളിറ്റ് ബ്യൂറോയുടെ വിലയിരുത്തൽ. അതേസമയം പശ്ചിമ ബംഗാൾ ഘടകം സ്വീകരിച്ച തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് നേരത്തെ പോളിറ്റ് ബ്യൂറോ പ്രാഥമികമായി വിലയിരുത്തുകയും ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും അത്തരത്തിലുള്ള അഭിപ്രായം ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇനി കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം എന്ത് കാര്യത്തിലൊക്കെയാണ് പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്, ഏത് സംസ്ഥാനങ്ങളിലാണ് പോരായ്മകൾ സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള വിശദമായ ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷം തന്നെ ഏത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിലും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. മറ്റൊരു അജണ്ട ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ പാർട്ടി പ്ലീനം എടുത്ത തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച ആലോചനകളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എങ്കിൽ കൂടിയും കേരളം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ ഈ പ്ലീന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകും. പ്രജീഷ്. M സന്തോഷാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്നും നൽകിയത്. കൊച്ചി മെട്രോയുടെ ഭാഗമായി നടപ്പാക്കുന്ന സംയോജിത ജലഗതാഗത വികസന പദ്ധതിക്ക് അന്തിമ ധാരണയായി. അന്തിമ കരാർ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സംസ്ഥാന സർക്കാരും KMRL-ഉം ജർമ്മൻ വായ്പാ ഏജൻസിയായ KfW-ഉം തമ്മിൽ ദില്ലിയിൽ ഒപ്പുവയ്ക്കും. പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചു. പാതകളെ കൊച്ചി മെട്രോയുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ് സംയോജിത ജലഗതാഗത വികസന പദ്ധതി. പദ്ധതിയുടെ ഭാഗമായി ജലഗതാഗതം ആധുനികവൽക്കരിക്കും. അരൂർ മുതൽ വാരാപ്പുഴ വരെയുള്ള പ്രദേശങ്ങളെയും ഒറ്റപ്പെട്ടു കിടക്കുന്ന ദ്വീപുകളെയും ജലഗതാഗതം വഴി മെട്രോയുമായി ബന്ധിപ്പിക്കും. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ജർമ്മൻ ബാങ്കായ KfW-വിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 741 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് 591 കോടി രൂപ KfW-വിൽ നിന്നും വായ്പയായി ലഭിക്കും. ബാക്കി തുക സംസ്ഥാന സർക്കാരും KMRL-ഉം ചേർന്ന് കണ്ടെത്തും. നൂതന നാവിക സുരക്ഷയും ആധുനിക ബോട്ട് ജെട്ടികളും വൈഫൈ സൗകര്യവും ഉൾപ്പെടുത്തി 76 കിലോമീറ്റർ ജലഗതാഗതമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട് പള്ളിവയലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വനംവകുപ്പിന്റെ പിടിയിലായി. ഇന്ന് പുലർച്ചോടെയാണ് സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ വീണത്. ഇന്നലെ രാവിലെയോടെയാണ് നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് പള്ളിവയലിൽ അവശനിലയിലായ കടുവയെ സ്വകാര്യ കാപ്പിത്തോട്ടത്തിൽ കണ്ടത്. ഉച്ചയോടുകൂടി കടുവയെ പിടികൂടുന്നതിന് വനംവകുപ്പ് കാപ്പിത്തോട്ടത്തിൽ കൂട് സ്ഥാപിച്ചു. ഇന്ന് പുലർച്ചെ കടുവ പിടിയിലാവുകയും ചെയ്തു. 9 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണ് കൂട്ടിലായത്. വയറിനു താഴെ സാരമായി പരിക്കേറ്റ കടുവ തീർത്തും അവശനിലയിലാണെന്ന് വെറ്റിനറി സർജൻ ഡോക്ടർ ജിജിമോൻ പറഞ്ഞു. പിടിയിലായ കടുവയെ ബത്തേരി വൈൽഡ് ലൈഫ് ഓഫീസിലെത്തിച്ചു. ഇവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തൃശൂരോ തിരുവനന്തപുരത്തോ മൃഗശാലയിൽ കൊണ്ടുപോകാനാണ് തീരുമാനം. അതേസമയം 2 വർഷത്തിനിടെ വയനാട്ടിലെ ജനവാസ മേഖലയിൽ നിന്നും വനംവകുപ്പ് പിടികൂടുന്ന 8ാമത്തെ കടുവയാണിത്. ന്യൂസ് ബ്യൂറോ, വയനാട്. മധ്യ തിരുവിതാംകൂറുകാർക്ക് പരിചിതമല്ലാത്ത മലബാർ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകൾ ഇടുക്കിക്കാർക്ക് പകരുകയാണ് തൊടുപുഴ സ്വദേശിനി ലത്തീഫ എന്ന വീട്ടമ്മ. കൊതിയൂർന്ന റംസാൻ വിഭവങ്ങൾ കൊണ്ട് വരുമാനമുണ്ടാക്കാമെന്നും ഇവർ കാട്ടിത്തരുന്നു.
മധ്യ തിരുവിതാംകൂറിന്റെ രുചിഭേദങ്ങൾക്ക് മലബാർ തനിമ നൽകുകയാണ് തൊടുപുഴ കുന്നം സ്വദേശിനിയായ ലത്തീഫ എന്ന ഈ വീട്ടമ്മ. ഭർത്താവ് മുത്തു മലബാറിൽ താമസിച്ച ഘട്ടത്തിൽ ഹൃദ്യസ്ഥമാക്കിയ രുചിക്കൂട്ടുകൾ തനിമ നിലനിർത്തി ലത്തീഫയുടെ കൈപുണ്യത്തിലൂടെ തൊടുപുഴക്കാർ രുചിച്ചറിയുന്നു. ചട്ടിപ്പത്തിരി, കോഴിവട, ഏലാഞ്ചി, ഏത്തക്കാപ്പത്തിരി തുടങ്ങി വൈവിധ്യങ്ങളായ മലബാർ വിഭവങ്ങളാണ് ഈ വീട്ടമ്മ വിപണിയിലെത്തിക്കുന്നത്. ഞാൻ കൂടുതലും തലശ്ശേരി, കോഴിക്കോട് അവിടങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഉന്നക്ക, ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി, കോഴിയട, പിന്നെ കിളിക്കൂട്, ഏലാഞ്ചി, പിന്നെ കായ്പോള, അങ്ങനെ കുറച്ചധികം വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ചുനാൾ ജോലി സംബന്ധമായിട്ട് മഞ്ചേരിയിലുണ്ടായിരുന്നു. അവിടെ വെച്ച് എനിക്ക് കുറച്ച് കോഴിക്കോട്, തലശ്ശേരി ആ ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് വേറൊന്നും പുറത്തു പോയി ചെയ്യാനൊന്നും പറ്റില്ല. ലേഡീസൊന്നും അങ്ങനെ അധികം ഇറങ്ങാത്ത സ്ഥലമാണ്. അപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ ബിസിനസ് പോലെ ചെറിയ കിറ്റി പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എനിക്ക് കുറച്ച് അതിലൊരു താല്പര്യം വന്നു. ഹോബിയായി തുടങ്ങിയ പാചകം ഇന്ന് ലത്തീഫയെ കൂടാതെ സഹായികളായ 5 സ്ത്രീകൾക്കു കൂടി വരുമാന മാർഗമാണ്. നാടൻ രുചിക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള മലബാർ വിഭവങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വിപണിയിൽ ഇഷ്ടക്കാർ ഏറെയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.